നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൈറ്റ് ക്യാപ്പ് എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വൈറ്റ് ക്യാപ്പ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ തന്ന പ്രിന്റഡ് നോട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 36-ലുള്ളതാണ്. यहाँ शहर के विकास और मजदूरों के जीवन के बीच की कौन सी स्थिति दिखाई देती है? ഇവിടെ നഗരത്തിൻ്റെ വികസനവും അതിഥി തൊഴിലാളികളുടെ ജീവിതവും തമ്മിലുള്ള എന്ത് ബന്ധമാണ് കാണാൻ സാധിക്കുന്നത്? ഷെഹർ മേ കൈ ഇമാരത്തെ ദിൻ ബ ദിൻ ആത്തി ഹെ. നഗരത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഷെഹർ കാ വികാസ് ഹോത്താ ഹെ. അങ്ങനെ നഗരത്തിൻ്റെ വികസനം ഉണ്ടാവുന്നു. മസ്ദൂർ ഹർ ദിൻ കാം കർക്കെ അപ്നാ ജീവൻ ബിതാത്താ ഹെ. തൊഴിലാളി എല്ലാ ദിവസവും പണി ചെയ്തിട്ട് തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. ഉൻകാ ജീവൻ ഗരീബി സെ ഗുസർത്താ ഹെ. അവരുടെ ജീവിതം എപ്പോഴും പോവർട്ടിയിലാണ്, എപ്പോഴും ദാരിദ്ര്യത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 37-ലാണ്. യഹാ കേശവ് കെ വ്യക്തിത്വ കി ക്യാ ക്യാ വിശേഷതായേ ഉഭർ ആത്തി ഹെ. ഇവിടെ കേശവിൻ്റെ ഏതൊക്കെ സ്വഭാവ വിശേഷതകളാണ് തെളിഞ്ഞു കാണുന്നത്? സബ്കോ പ്യാർ കർനെ വാല നിരീഹ് ലഡ്കാ താ കേശവ്. കേശവ് എല്ലാവരെയും സ്നേഹിക്കുന്ന നിഷ്കളങ്കനായ ഒരു കുട്ടിയായിരുന്നു. ഉസ്കോ കിസി സെ ഘൃണ യാ ശിക്കായൻ നഹി. അവന് ആരോടും ഒരു പരാതിയോ അല്ലെങ്കിൽ വെറുപ്പോ ഒന്നുമില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനും സെയിം പേജിൽ തന്നെയാണ്. ഗുല്ലു കോ ഖേൽനെ ന ഭേജ്നെ കെ ഘർ വാലോं के इरादे पर आपका विचार क्या है? ഗുല്ലുവിനെ കളിക്കാൻ അയക്കില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മനോഭാവത്തെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ബच्चे अपने मित्रों के साथ खेलना और मस्ती करना बहुत पसंद करते हैं. കുട്ടികൾ അവരുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനും തിമിർക്കാനും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. ഇസ്സെ ഉൻഹെ ബഡാ ആനന്ദ് മിൽത്താ ഹെ. ഇതിൽ നിന്ന് അവർക്ക് നല്ല സന്തോഷം ലഭിക്കും. ഇസെ റോക്ന ടീക് നഹി ഹെ. ഇതിനെ തടയുന്നത് ശരിയല്ല. ऐसा रोकने पर उन्हें बड़ा दुख भी होता है. ഇങ്ങനെ തടയുമ്പോൾ അവർക്ക് വലിയ സങ്കടവും ആവും. മൊത്തത്തിൽ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 39-ലാണ്. കേശവ് ऐसा सपना क्यों देखता होगा? കേശവ് ബാറ്റും ബോളും ഒക്കെ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പോലത്തെ സ്വപ്നം കാണാറുണ്ട് എന്ന് കഥയിലുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേശവ് കെ സപ്നെ മേ വഹ് അച്ചി തര ക്രിക്കറ്റ് കേൾത്താ ഹെ. കേശവിൻ്റെ സ്വപ്നത്തിൽ അവൻ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഉസ്കെ മൻ മേ ഹമേഷ ക്രിക്കറ്റ് ഖേൽനെ കി ഇച്ഛാ ഥി. അവൻ്റെ മനസ്സിൽ എപ്പോഴും ക്രിക്കറ്റ് കളിക്കണമെന്ന ആശയുണ്ട്. ലേക്കിൻ വഹ് ഇച്ഛ സാകാർ ന ഹോനെ കെ കാരൺ ഉസ്കാ സപ്ന ഏസാ ഹോഗ. പക്ഷെ ആ ആഗ്രഹം ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവനിങ്ങനെ സ്വപ്നം കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 40-ലാണ്. ചലോ യാർ കാം ബൻ ഗയാ. ക്യാ ലഡ്കോ കാ യഹ് വ്യവഹാർ ഉചിത് ഹെ? ക്യോं? കുട്ടികൾക്ക് ബോൾ തിരിച്ചു കിട്ടിയപ്പോൾ അവർ കേശവ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴെ ഇറങ്ങിയോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അവരുടെ പാട് നോക്കി കളിക്കാൻ പോവാണ്. ഈ മനോഭാവത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കറക്റ്റായിട്ടുള്ള ഒരു സമീപനമാണോ? ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള റീസൺ എഴുതണം, അല്ലെങ്കിൽ അതിനുള്ള റീസണും എഴുതണം. അതിൻ്റെ ആൻസർ 3 मंजिल इमारत के ऊपर से केशव ने बॉल लेकर लड़कों को दिया. 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കേശവ് ബോൾ എടുത്തിട്ട് ഈ ആൺകുട്ടികൾക്ക് കൊടുത്തു. അത് വെറും ഒരു 3 നില കെട്ടിടമല്ല, പണി പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേശവ് അവൻ്റെ സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ അതിൻ്റെ മേലെ കയറി അവരെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബോൾ മിൽത്തെ വക്ത് ഹി ലഡ്കെ ഖേൽനെ ദോടെ. ബോൾ കിട്ടിയതും അവർ കളിക്കാൻ ഓടി, ആൺകുട്ടികൾ കളിക്കാൻ ഓടി. കേശവ് കെ ബാരെ മേ ബിനാ സോച്ച്കർ ഖേൽനെ ഗയെ ലഡ്കോं का व्यवहार उचित नहीं है. കേശവനെ പറ്റി ചിന്തിക്കാതെ അവന് ഹെൽപ്പ് വേണോ താഴെ ഇറങ്ങാൻ, അവൻ താഴെ ഇറങ്ങിയോ സേഫായിട്ട് എന്നൊന്നും ചിന്തിക്കാതെ അവരുടെ പാട് നോക്കി കളിക്കാൻ പോയ ആൺകുട്ടികൾ ചെയ്തത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 41-ലുള്ളതാണ്. യഹാ കേശവ് കെ പ്രതി ലഡ്കോं की മനോവൃത്തി മേ ആയാ പരിവർത്തൻ കിസ്കി ഓർ സങ്കേത് കർത്താ ഹെ. അവസാനമാകുമ്പോൾ ആ ആൺകുട്ടികൾ കേശവിനെ നല്ലൊരു രീതിയിലാണ് നോക്കുന്നത്. അവനെ കളിയാക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, അവരുടെ കൂടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ വന്ന, കേശവനോടുള്ള സമീപനത്തിൽ വന്ന വ്യത്യാസം എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? കേശവ് കി ഈമാൻദാരി സമജ്കർ ലഡ്കോനെ ഉസ്സെ പ്യാർ സെ വ്യവഹാർ കിയ. കേശവൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് ഈ ആൺകുട്ടികൾ അവനോട് നല്ല സ്നേഹത്തോടെ പെരുമാറി. ലഡ്കോं के मन से
ഊഞ്ച് നീച്ച് കാ ഭേദ്ഭാവ് ദൂർ ഹോ ഗയ. ആദ്യം ആ ആൺകുട്ടികളുടെ മനസ്സിൽ ഇവൻ വേറെ സ്ഥലത്ത് നിന്ന് വന്ന ഒരു തൊഴിലാളിയുടെ മകനാണ്, അവൻ താഴെക്കടയിലുള്ളവനാണ് എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ ഇവനെ കളിയാക്കിയതൊക്കെ. പക്ഷേ ഇപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു വിചാരമേ ഇല്ല. ഇപ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ലഡ്കോ നെ കേശവ് കോ ഭി അപ്നാ സമാൻ മാൻ ലിയ. ആ ആൺകുട്ടികൾ കേശവിനെയും അവരെ പോലെ തന്നെ കണക്കാക്കി, അതായത് തുല്യനായി കണക്കാക്കി. യഹ് ഏക് അച്ഛാ പരിവർത്തൻ ഹെ. ഇത് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, നല്ലൊരു ചേഞ്ച് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 42-ലുള്ളതാണ്. ക്യാപ് ഉത്താർക്കർ ഓട്ടോ കെ ബാഹർ ലഹ്റാന കിസ്കാ സൂചക് ഹെ. ആ അവസാനം ഈ ആൺകുട്ടികളെല്ലാം അവന് ക്രിക്കറ്റിൻ്റെ സാധനങ്ങളും ആ ട്രോഫിയും പിന്നെ ഒരു വൈറ്റ് ക്യാപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേശവ് ഓട്ടോൻ്റെ പുറത്ത് ഈ വൈറ്റ് ക്യാപ്പ് ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ സൈനാണ്, എന്തിൻ്റെ സിമ്പലാണ്? വഹ് ഉൻകാ പ്യാർ സമജ് കർ ജൽദി വാപ്പസ് ആയേഗ. കേശവ് ഈ ആൺകുട്ടികളുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. കേശവിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടല്ലേ, ബാൻഡേജൊക്കെ ഇട്ടിട്ടാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് അത് ശരിയായി കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും എന്നതിൻ്റെ സൂചനയാണത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ്. ലെസൺ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 43-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കാ പ്രസംഗ് സംജേ ചർച്ച കരേ. കഥയിലെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കഹാനി മേ ചിത്രിത് പ്രവാസി മസ്ദൂർ പരിവാർ കി ചുനൗത്തിയാ ക്യാ ക്യാ ഹൈ. കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ള അതിഥി തൊഴിലാളി ഫാമിലിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷിത് ആവാസ് കി സമസ്യ. അവർ വേറെ സ്ഥലത്തു നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ, അവരുടെ സ്വന്തം വീട് കുറേ ദൂരെ ആയിരിക്കും. അപ്പോൾ അവർ വരുന്ന സ്ഥലത്ത് ഒരു വീട് കെട്ടിപ്പൊക്കാനൊന്നും അവർക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അത്ര സേഫ് ഒന്നും അല്ലാത്ത ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് അവർ നടത്താറ്. അപ്പോൾ അവർ ഒരു സുരക്ഷിതമായിട്ടുള്ള വീടില്ലാത്തതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അടുത്തത് ബച്ചോं की पढ़ाई की സമസ്യ. ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ കൂടെ വരേണ്ടി വരാറുണ്ട്. അപ്പോൾ കുട്ടിയുടെ പഠിത്തം മുടങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ബച്ചോं के अकेलापन की സമസ്യ. അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട പ്രശ്നവും വരാറുണ്ട്. സമാജ് കെ തിരസ്കാർ കി സമസ്യ. ഇങ്ങനെ വേറെ സ്ഥലത്തുനിന്ന് ജോലിക്ക് വന്നവരെയൊക്കെ സമൂഹം മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നവും അവർ അനുഭവിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേശവ് ഷെഹർ കെ അപ്നെ ഡേരെ സെ ക്യോ ബാഹർ നിക്കൽത്താ ഹൈ. കേശവ് എന്തിനാണ് നഗരത്തിലെ അവൻ്റെ ആ ടെമ്പററി ആയിട്ടുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? ഡേര എന്ന് പറഞ്ഞാൽ കുടിൽ എന്നൊക്കെയാണ് അർത്ഥം. അതായത് അത്ര പെർമനൻ്റ് അല്ലാത്തൊരു ടെമ്പററി ഹൗസ്. ഡേരെ മേ ഉസ്കോ അക്കേലാപ്പൻ മെഹസൂസ് ഹോനെ കെ കാരൺ. ആ കുടിലുള്ള ടെമ്പററി ആയിട്ടുള്ള വീട്ടിൽ അവൻ ഒറ്റയ്ക്കായത് കാരണം, അവൻ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തത് കാരണം, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമല്ലോ, പിന്നെ അവൻ ഒറ്റയ്ക്കല്ലേ, അത് കാരണമാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അടുത്തത്. കേശവ് കെ സപ്നോं के प्रति उसके माता पिता का रवैया क्या था. കേശവിൻ്റെ സ്വപ്നങ്ങളോടുള്ള അവൻ്റെ അച്ഛനും അമ്മയുടെയും മനോഭാവം എങ്ങനെയായിരുന്നു? കേശവ് രാത് കോ സപ്നെ മേ അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേക്കാ കർത്താ. കേശവ് ഇങ്ങനെ താൻ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ സ്വപ്നം കാണാറുണ്ട്. വഹ് ബഡ്ബഡാത്താ ഹുവാ സപ്നെ സെ ജാക്കർ ഉഠ് ബൈഠത്താ തോ മാ ബാപ്പ് ഉസെ ഡാंटते हैं. അവൻ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് എണീറ്റിരിക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവന് ചീത്ത പറയാറുണ്ടായിരുന്നു. ഉൻഹേ യഹ് അച്ഛാ നഹി ലഗ്താ. അവർക്ക് അവനിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അടുത്തത്. कहानी के आरंभ में केशव के प्रति शहरी लोगों का कौन सा मनोभाव दिखाया गया है. കഥ തുടങ്ങുമ്പോൾ ആ നഗരത്തിലുള്ള ആൾക്കാർ കേശവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവർ എന്ത് രീതിയിലുള്ള മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്? വേ കേശവ് കോ അപ്നി ഹസി മസാഖ് കാ വിഷയ് മാൻതേ ഥേ. അവർ കേശവിനെ കളിയാക്കിയിരുന്നു. അവനെ വെറും ഒരു പരിഹാസത്തിനുള്ള ആളായിട്ട് മാത്രമാണ് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത്. കേശവ് കെ പ്രതി ഷഹരി ലഡ്കോं का മനോഭാവ് कैसे बदलता है. കേശവിനോടുള്ള ആ നഗരത്തിലുള്ള ആൺകുട്ടികളുടെ മനോഭാവം എങ്ങനെയാണ് മാറുന്നത്? शहरी लड़कों के लिए केशव अपनी जान की भी परवाह किए बिना बॉल लेने चलते और बेहोश पड़े देखकर उनका मनोभाव बदलता है. കേശവ് ആ നഗരത്തിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ ബോൾ എടുക്കാൻ വേണ്ടി ആ പണി തീരാത്ത
3 നില കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ കയറി പിന്നെ താഴെ വീണ് ബോധം കെട്ട് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ആണ് ആ കുട്ടികളുടെ മനോഭാവം മാറുന്നത്. കേശവ് കോ മാ ബാപ് കെ സാത്ത് ഗാവ് വാപ്പസ് ക്യോं ജാനാ പടാ? കേശവന് എന്തുകൊണ്ടാണ് അവൻ്റെ ഗ്രാമത്തിലേക്ക് അച്ഛനമ്മയുടെയും കൂടെ തിരിച്ചു പോകേണ്ടി വന്നത്? കേശവ് കെ ഹാത്ത് ഓർ പേർ ടൂട്ട് ജാനെ പർ പ്ലാസ്റ്റർ ലഗാ ഹുവാ ഥാ. കേശവൻ്റെ കൈയും കാലും ഒടിഞ്ഞപ്പോൾ അതിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. കേശവ് കോ ബഹുത് ദർദ് ഹോ രഹാ ഥാ. കേശവന് നല്ലോണം വേദനിക്കുന്നുണ്ടായിരുന്നു. ഉൻകി മദദ് കർനെ കെ ലിയേ ഷഹർ മേ കോയി നഹി ഥാ. അവരെ സഹായിക്കാനായിട്ട് ആ നഗരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ കേശവ് കോ മാ ബാപ് കെ സാത്ത് ഗാവ് വാപ്പസ് ജാനാ പടാ. അതുകൊണ്ടാണ് കേശവന് അച്ഛനമ്മയുടെയും കൂടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. അടുത്തത് കഹാനി കി ചരം സീമ പർ ആപ്കാ വിചാർ ക്യാ ഹൈ? കഥയിലെ ക്ലൈമാക്സിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? शहरी बच्चे केशव को अपनी टीम में खिलाने का आग्रह प्रकट करते हैं और कप्तान अपनी वाइट कैप केशव को दे देता है. ये पढ़कर मेरा मन भर गया. കഥയുടെ അവസാനം ആ നഗരത്തിലെ കുട്ടികൾ കേശവനെ അവരുടെ ടീമിൽ കളിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പിന്നെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ അവൻ്റെ വൈറ്റ് ക്യാപ്പ് കേശവന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു, എനിക്ക് നല്ല സന്തോഷമായി. അടുത്തത് സഹി ആശയ ചുനെ മിലാൻ കരേ. കറക്റ്റായിട്ടുള്ള ആശയം തിരഞ്ഞെടുക്കുക, മാച്ച് ചെയ്യുക. താഴെ കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, കഥയിലെ സിറ്റുവേഷൻസ്. അതിൻ്റെയൊക്കെ ആശയങ്ങളും ഇപ്പുറത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ കറക്റ്റ് അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. ലഡ്കോ ने कुछ दिनों अपने खेल में तो शामिल नहीं किया मगर उसे अपनी हंसी मजाक का विषय ज़रूर बना लिया. ആൺകുട്ടികൾ കുറച്ച് ദിവസമൊന്നും കേശവനെ അവരുടെ കളിയിൽ അംഗമാക്കിയില്ല, അവരെ കളിയിൽ കൂട്ടിയില്ല. പക്ഷേ അവനെ കുറേ കളിയാക്കുകയും ചെയ്തു. ഇതിൻ്റെ ആശയം സാമൂഹിക് അൽഗാവാണ്. സൊസൈറ്റിയിലുണ്ടാകുന്ന എക്സ്ക്ലൂഷൻ, കുറച്ച് പേരെ മാറ്റി നിർത്തുക, ഡിസ്ക്രിമിനേഷൻ ഒക്കെയാണ്. അടുത്തത് അബ് ജബ് തും ലോട്ടോഗെ കേശവ് തോ ഹമാരി ടീം സേ ഖേൽന. ആൺകുട്ടികൾ അവസാനം കേശവനോട് പറയാണ്, നീ ഇനി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ടീമിൽ കളിക്കണം കേട്ടോ കേശവേ എന്ന്. ഇത് സാമാജിക് സമാവേശനെയാണ് കാണിക്കുന്നത്. സമാവേശം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷനാണ്. സൊസൈറ്റിയിൽ ആ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തത് രാത് കോ സപ്നെ മേ കേശവ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്താ. രാത്രി കേശവ് ക്രിക്കറ്റ് കളിക്കുന്ന പോലെ സ്വപ്നം കാണാറുണ്ട്. ഇത് ഉമ്മീദ് കി ഭാവനയാണ് കാണിക്കുന്നത്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹോപ്പാണ്. അപ്പോൾ അവൻ ക്രിക്കറ്റ് എപ്പോഴെങ്കിലും കളിക്കും, അവനങ്ങനെ കളിക്കാൻ പറ്റുന്നുള്ളൊരു ഹോപ്പാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ചോക്ക് തക് ദോഡ്കർ ദോ ലോഗ് ജാവോ और कोई भी ഓട്ടോ ടാക്സി മിലെ ഫൗറൻ ലേക്കർ ആവോ. ജംഗ്ഷൻ വരെ 2 പേര് പോയിട്ട് ഏതെങ്കിലും ഓട്ടോയോ ടാക്സിയോ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഒരു ആൺകുട്ടി പറയണം. കേശവ് ഇങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കുന്നത്, കൈയും കാലമൊക്കെ ഒരു ഒടിഞ്ഞ പോലെ കിടക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടികൾ ഓട്ടോയോ ടാക്സിയോ ഒക്കെ വിളിക്കാൻ പറഞ്ഞു വിടുകയാണ് ആൾക്കാരെ. ഇതിൻ്റെ ആശയം വിപത്തി കി സ്ഥിതി കാ സാമന കർണ. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കഹാനി की मुख्य घटनाओं को चुनकर लिखें और कॉमिक स्ट्रिप तैयार करें. കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെല്ലാം എടുത്ത് ഓരോ കോമിക് സ്ട്രിപ്സ് ആയിട്ട് പിക്ചേഴ്സൊക്കെ വരച്ച് ഡയലോഗ്സ് ഒക്കെ ഉള്ള പോലെ താഴെ നമുക്ക് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്ന പോലെ കോമിക് സ്ട്രിപ്സ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വാക്യോं के रेखांकित अंश पर ध्यान दें. കുറച്ച് സെൻറ്റൻസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ബഡേ ലഡ്കോं को वहाँ बॉल मांगने जाने पर अपमानित होने का डर रहता था. വലിയ ആൺകുട്ടികൾക്ക്, മുതിർന്ന ആൺകുട്ടികൾക്ക് അവിടെ ബോൾ ചോദിക്കാൻ പോകുമ്പോൾ അപമാനിതരാകും എന്ന പേടിയുണ്ടായിരുന്നു. അടുത്തത് കേശവ് കോ കിസി ബി ടീം മേ ജഗ നഹി മിലി ഥി. കേശവിന് ഒരു ടീമിലും കളിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല, ഒരു ടീമിലും അവനെ കൂട്ടിയിരുന്നില്ല, കേശവിനെ ഒരു ടീമിലും കൂട്ടിയിരുന്നില്ല. അടുത്തത് ലഡ്കെ കേശവ് കോ വാപ്പസ് അഹാത്തെ കെ ബാഹർ ഖീഞ്ച് ലേത്തെ. ആൺകുട്ടികൾ കേശവിനെ തിരിച്ച് ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കുമായിരുന്നു. കേശവ് കിനാരെ ബേട്ട ബാക്കി ലഡ്കോं को खेलता देखता रहता. കേശവ് ഓരത്തിരുന്നിട്ട് മറ്റ് ആൺകുട്ടികൾ കളിക്കുന്നത് കാണുമായിരുന്നു. ഇതിലെല്ലാം കോ എന്ന വാക്കാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ചർച്ച കരേ. ऊपर के वाक्यों में को का प्रयोग प्रत्येक संदर्भ में किस अर्थ को सूचित करता है. മുകളിൽ കോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ,
അത് ഓരോ സെൻറ്റൻസിലും ഏത് സന്ദർഭത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തേൽ മുതിർന്ന കുട്ടികൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, രണ്ടാമത്തേൽ കേശവിന് എന്നുള്ള അർത്ഥത്തിലാണ്, മൂന്നാമത്തേൽ കേശവിനെ എന്നുള്ള അർത്ഥത്തിലാണ്, നാലാമത്തെ സെൻറ്റൻസിൽ ആൺകുട്ടികൾ കളിക്കുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ആൺകുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു അർത്ഥത്തിലാണ് കോ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് വാക്യോं के रेखांकित अंशों पर ध्यान दें. താഴെയും കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തത് शहर जाकर जमा चंदे से नई क्रिकेट सामग्री के साथ एक शील्ड भी खरीद ली. ടൗണിലേക്ക് പോയിട്ട് കളക്ട് ചെയ്ത ആ പിരിവ് കൊണ്ട് പുതിയ ക്രിക്കറ്റ് സാധനങ്ങളും അതിൻ്റെ കൂടെ ഒരു ഷീൽഡും വാങ്ങി. അടുത്തത് ഖിലാഡി കി കമി കി പൂർത്തി കേശവ് സെ കി ജാത്തി. കളിക്കാൻ ആൾക്കാർ തികഞ്ഞില്ലെങ്കിൽ ആ ഒരു കുറവ് കേശവിനെ കൊണ്ടാണ് നികത്തിയിരുന്നത് അല്ലെങ്കിൽ തീർത്തിരുന്നത്. അടുത്തത് വ ലഡ്ക ഗയാ ഓർ ഓട്ടോ വാലെ സെ ബാത് കി. ആ ആൺകുട്ടി പോയി എന്നിട്ട് ആ ഓട്ടോക്കാരനോട് സംസാരിച്ചു. അടുത്തത് ഇമാരത് കി പീछे की हिलती चाली से चढ़कर छत तक जाना उनके लिए मुश्किल काम था. ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ള അനങ്ങുന്ന സ്റ്റെയർ കേസിൽ കൂടെ കയറിയിട്ട് റൂഫ് വരെ എത്തുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. ചർച്ച കരേं. ऊपर के वाक्यों में से का प्रयोग प्रत्येक संदर्भों में किस अर्थ को सूचित करता है. മുകളിൽ സെൻറ്റൻസസിൽ സേ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആദ്യത്തതിൽ കളക്ട് ചെയ്ത ആ ഒരു പിരിവ് കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേൽ കേശവിനെ കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തതിൽ ഓട്ടോക്കാരനോട് എന്നുള്ള അർത്ഥത്തിലാണ്. നാലാമത്തേൽ ആ അനങ്ങുന്ന സ്റ്റെയർ കേസിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. से युक्त इसी प्रकार के वाक्य चुनकर लिखें. സേ എന്ന ആ ഒരു വേർഡുള്ള ഇതുപോലെയുള്ള സെൻറ്റൻസസ് ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അടുത്തത് कहानी के अंत में केशव के प्रति लड़कों के मनोभाव में बदलाव आता है. കഥയുടെ ക്ലൈമാക്സിൽ ആൺകുട്ടികൾക്ക് കേശവനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. गाँव पहुंचने के बाद കേശവ് अपने അനുഭവ് ഡയറി മേ ലിഖ്താ ഹെ. ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം കേശവ് അവൻ്റെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതുന്നു. ഈ നഗരത്തിൽ പോയിട്ടുണ്ടായ അനുഭവങ്ങളൊക്കെ അവൻ ഡയറിയിൽ എഴുതുന്നു. വഹ് ഡയറി ലിഖേ. ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡേറ്റ് എഴുതണം. ഒരു ഡേറ്റ് നിങ്ങൾക്ക് എഴുതാം, ഒരു ഡേയും എഴുതാം. അബ് മേ ഗാവ് മേ ഹൂം. ഇപ്പോൾ ഞാൻ ഗ്രാമത്തിലാണ്. ലേക്കിൻ മൻ നഗർ മേ ഉൻ ലഡ്കോ കെ പാസ് ഹെ. പക്ഷെ എൻ്റെ മനസ്സിപ്പോഴും ആ നഗരത്തിലുള്ള ആൺകുട്ടികളുടെ അടുത്താണ്. പെഹ്ലെ ഉൻഹോനെ മുझे ഉൻകി ടീം മേ ന ലിയ. ആദ്യമൊന്നും അവർ ഒരു ടീമിൽ എന്നെ എടുത്തിരുന്നില്ല. ബോൾ കെ പീछे ദൗഡ്കർ मैं गिरते देख वे मुझ पर दया से देखने लगे. പിന്നെ ബോളിൻ്റെ ബാക്കിൽ ഓടിയിട്ട് ഞാൻ വീഴുമ്പോഴൊക്കെ അവരെന്നെ ദയോടുകൂടി നോക്കിയിരുന്നു. ഉൻഹോനെ മുझे ക്രിക്കറ്റ് കെ സഭി സാമാൻ ദിയെ और വൈറ്റ് ക്യാപ്പ് ബി. തിരിച്ചു വരുമ്പോൾ അവർ എനിക്ക് ക്രിക്കറ്റിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തരുകയും ചെയ്തു, ഒരു വൈറ്റ് ക്യാപ്പും തന്നു. मैं समझ गया कि वे बहुत प्यारे हैं. എനിക്ക് മനസ്സിലായി അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന്. ज़रूर मेरा स्वास्थ्य अच्छा हो जाने के बाद फिर नगर जाऊं और उन लड़कों के साथ खेलूं. ഞാൻ എന്തായാലും എൻ്റെ ഒടിഞ്ഞ കൈയും കാലും ശരിയാവുമ്പോൾ നഗരത്തിലേക്ക് തിരിച്ചു പോയി ആ ആൺകുട്ടികളോടെ കളിക്കും. ബഡാ മസാ ഹോഗ. നല്ല രസമായിരിക്കും. അടുത്തത് केशव के गांव पहुंचने के बाद कप्तान केशव के नाम पत्र लिखता है. കേശവ് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ഒരു ക്യാപ്റ്റൻ അവന് വൈറ്റ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ക്യാപ്റ്റൻ കേശവിൻ്റെ പേരിൽ ഒരു കത്ത് എഴുതുന്നു. വഹ് പത്ര ലിഖേ. ആ കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം സ്ഥാൻ എഴുതുക. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല, അപ്പോൾ വെറുതെ സ്ഥാൻ എന്ന് എഴുതിയാലും മതി. അത് കഴിഞ്ഞിട്ട് താരീഖ് എഴുതണം, ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രിയ കേശവ്, പ്രിയപ്പെട്ട കേശവ്. ഹർ ദിൻ മേ തുമ്ഹാരെ ബാരെ മേ സോച്താ ഹൂം. എല്ലാ ദിവസവും ഞാൻ നിന്നെപ്പറ്റി ആലോചിക്കും. ദർദ് കെ ബീച്ച് ബി ഹമേ ദേക്കർ തും ഹസ്തേ ഹോ നാ. വേദനയുടെ ഇടയിലാണെങ്കിൽ പോലും നീ ഞങ്ങളെ നോക്കി അന്ന് ചിരിച്ചില്ലേ. വഹ് അബ് ബി മൻ മേ ഹെ. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അബ് തുമ്ഹാരി ഹാലത് कैसी है. ഇപ്പോൾ നിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്, സുഖമായോ. ഹാത്ത് പാവ് കി ചോട്ട് कैसी है. കൈയും കാലമൊന്നും ഒടിഞ്ഞില്ലേ, ആ മുറിവൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്. അബ് തും ഘർ മേ ഹോ യാ അസ്പതാൽ മേ. ഇപ്പോൾ നീ വീട്ടിലാണോ അതോ ഹോസ്പിറ്റലിലാണോ.
तुम्हारे बिना हमारा खेल अच्छा नहीं रहा. നീ ഇല്ലാണ്ട് ഞങ്ങളുടെ കളിക്കൊരു സുഖമില്ല. तुम्हारी इस दर्द का कारण हम ही है ना. तुम्हारे इस दर्द का कारण हम ही हैं. നിൻ്റെ ഈ വേദനയുടെ റീസൺ ഞങ്ങളാണ്. तुम्हारे जैसे एक निस्वार्थ मित्र हम चाहते हैं. നിന്നെപ്പോലെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ മിത്ര, ജൽദി വാപ്പസ് ആനാ और हमारे साथ खेलना. പ്രിയ സുഹൃത്തെ, നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കൂടെ കളിക്കണം കേട്ടോ. ഘർ വാലോ സെ മേരാ പ്യാർ കഹന. നിൻ്റെ വീട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണേ. ജവാബി പത്ര ജറൂർ ലിഖ്ന. മറുപടി കത്ത് എന്തായാലും എഴുതണേ. അവസാനം പ്യാർ സെ, സ്നേഹത്തോടെ അല്ലെങ്കിൽ സ്നേഹപൂർവ്വം. പിന്നെ നാം, ഈ ക്യാപ്റ്റൻ്റെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പം നാം എന്ന് എഴുതാം, അല്ലെങ്കിൽ കപ്താൻ എന്ന് എഴുതിയാലും മതി. എന്നിട്ട് പത്ത എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. അഡ്രസ്സും ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ വെറുതെ പത്താന്ന് എഴുതിയാൽ മതി. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.